ലോക വനദിനമാണ്. നിങ്ങൾക്കറിയാം, സ്വയം സന്നദ്ധ പുനരധിവാസത്തിലൂടെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആളൊഴിഞ്ഞപ്പോൾ സ്വാഭാവിക വനമായ ഒരുപാട് വനങ്ങളുണ്ടായ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അതിലൊരു സ്ഥലമാണ് തിരുനെല്ലിയിലെ പുലയംകൊല്ലി എന്ന് പറയുന്ന സ്ഥലം. ഈ തിരുനെല്ലിയിലെ ഈ സ്ഥലം, ഈ പുലയംകൊല്ലി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ വനദിനത്തിൽ നമുക്ക് ആ പുലയംകൊല്ലിയുടെ പച്ചപ്പും തനിമയും ഒന്ന് ആസ്വദിച്ച് മടങ്ങി വരാം. തിരുനെല്ലിക്കാടിനുള്ളിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു, പുലയംകൊല്ലി. 9 കുടുംബങ്ങളാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇന്നിവിടം ഒരു കാടാണ്. വനത്തിനുള്ളിൽ കിടങ്ങിനു നടുവിൽ ഒരു കാലത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഊരാളി വിഭാഗത്തിലുൾപ്പെട്ട 9 ആദിവാസി കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. വയലുണ്ടായിരുന്നു, കിണറുണ്ടായിരുന്നു, കാപ്പിയും മാവും പറങ്കിമാവും അടക്കം കൃഷിയും ഉണ്ടായിരുന്നു. ഒമ്പത് കുടുംബങ്ങളെയും ചേകാടിയിലേക്ക് 2007 പുനരധിവസിപ്പിച്ചു. ഇതോടെ വീടുകളത്രയും നിലംപൊത്തി. ഇപ്പോൾ കാടുവന്ന് ഗ്രാമത്തെ മൂടിയിരിക്കുന്നു. ഇപ്പം ഇത് നമ്മൾ വയലാക്കിയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അടിക്കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാ മൃഗങ്ങളും അവർ 2 കുളം നിർമ്മിച്ചിട്ടുണ്ട്. ആ കുളത്തുനിന്ന് വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ആന, കടുവ, കാട്ടുപോത്ത്, മാൻവർഗ്ഗങ്ങൾ എല്ലാം ഇവിടെ കാണുന്നുണ്ട്. കടുവ നല്ല പോലെ കാണുന്നുണ്ട്. ഇത് കുതിരക്കോട് തിരുനെല്ലി ആനത്താറിൽപ്പെട്ട ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തിരുൾകുന്നും രണ്ടാമത്തായിട്ട് ഇവിടെ പുലയംകൊല്ലി ഈ 2 വയലുകൾ എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വന്യമൃഗങ്ങൾ പാസ് ചെയ്യാനുള്ള ഏരിയ ക്ലിയർ ചെയ്യാന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. വയലായിരുന്ന ഇടത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ കുളമാണ്. ഇവിടേക്ക് ആന മുതൽ കടുവ വരെ എത്തുന്നതിൻ്റെ അടയാളങ്ങൾ കാണാം. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി ഒരർത്ഥത്തിൽ ആശ്വാസമാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പരിഹാരങ്ങളിൽ ഒന്നാണ്. സ്വയം പ്രഖ്യാപിത പുനരധിവാസ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വനത്തിന്റെ വീണ്ടെടുപ്പാണ്, വന്യമൃഗങ്ങൾ സഞ്ചരിച്ചിരുന്ന വഴികളുടെയും. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.